ഇതിൻ്റെ ക്വാളിറ്റി നോക്കി ഒരു DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോ പോലെ അല്ലേ. ഷവോമിയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഷവോമി 13 Pro നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഒരുവിധം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കാരണം നമുക്ക് വളരെ സമയം ലിമിറ്റഡ് ആണ്, ആ ടൈമിനുള്ളിൽ നമുക്ക് കിട്ടിയ ഒരു ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു അൺബോക്സിങ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ഉടൻ തന്നെ ചെയ്യും. ഓർക്കുക, ഇന്നത്തത് പ്യുവർലി ഒരു അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, MI എന്ന് എഴുതിയിരിക്കുന്നു, 13 എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു, ഷവോമി 13 Pro എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കൊടുത്തിരിക്കുന്ന എഞ്ചിനീയർഡ് വിത്ത് ലൈക്ക എന്നുള്ളത്. അതായത് ലൈക്ക എന്ന് പറയുന്ന ക്യാമറ ലെൻസ് നിർമ്മാതാക്കളുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് സ്മാർട്ട് ഫോൺ ബ്രാൻഡാണെന്ന് എഴുതിയിരിക്കുന്നു. ISO 9001 അതുപോലെ 14001 ഒക്കെ സർട്ടിഫൈഡ് ആണ്. അതുപോലെ ഷവോമി 13 Pro എന്ന് ഇവിടെയും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് തന്നെയാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലൊരു പേപ്പർ ബോക്സ്, ഇതിനകത്ത് സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഇൻഫോർമേഷനാണ്. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതുപോലെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരു TPU കേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു ക്യാമറ കട്ടൗട്ടുള്ള ഒരു TPU കേസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. പിന്നീടുള്ളത് സ്മാർട്ട് ഫോണാണ്, അതിലേക്ക് വരാം. വേറെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ചാർജിങ്ങിന് വേണ്ടി ഇതിനകത്ത് കേബിൾ ഏത് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A to C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. C to C ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും A to C കേബിളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. നമുക്ക് ഫോണിൻ്റെ ബോക്സ് തൽക്കാലം മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വരാം, അതാണ് ഏറ്റവും ടോപ്പ് അല്ലേ. യെസ്, ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. കയ്യിലൊക്കെ പിടിച്ചിട്ട് പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ. യെസ്, ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക്. പ്യുവർ വൈറ്റ് കളർ. ആ ഒരു വൈറ്റ് കളർ മൊത്തത്തിൽ ഒരു പ്രത്യേക ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ടെന്ന് പറയാതെ വയ്യ. ഇവിടെ ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മാർബിളിലൊക്കെ കയ്യിലിരിക്കത്തില്ലേ, ആ ഒരു ഫീലാണ് കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ. അതുപോലെ ഇവിടെ ഒരു ക്യാമറ മൊഡ്യൂൾ നോക്കിയാൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു ക്യാമറ മൊഡ്യൂൾ. ഇവിടെ ലൈക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് കാണാം. കർവ്ഡ് ഡിസ്പ്ലേ ആണ് സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഷവോമി എന്ന് പറയുന്ന ലോഗോ കാണിക്കുന്നുണ്ട്. താഴെ ഇവിടെ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. യെസ്, നമ്മളിതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈക്ക ഫൈൻ ട്യൂൺ ചെയ്ത ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ ക്വാളിറ്റി എന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി നോക്കി ഒരു DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോ പോലെ അല്ലേ. അപാര ക്വാളിറ്റിയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ വന്നിരിക്കുന്നത്. ഓക്കെ, എത്ര സൂം ചെയ്താലും അതിൻ്റെ ഡീറ്റെയിലൊന്നും ഒട്ടും ലോസ് വരുന്നില്ല. അതിമനോഹരമായിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ മൊത്തത്തിൽ 3 ക്യാമറകളാണുള്ളത്. ഈ 3 ക്യാമറകളും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറകൾ വീതമാണ്. അതായത് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ, 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ സെൻസർ. ഇങ്ങനെ 3 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 1 ഇഞ്ച് സെൻസറാണ് ഇതിൻ്റെ പ്രൈമറി സെൻസർ എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. അപ്പോൾ എനിക്കിതിനകത്ത് ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു DSLR ക്യാമറയിൽ എടുക്കുന്ന തരത്തിലുള്ള പോർട്രേറ്റ് ഫോട്ടോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമുക്ക് 8Kയിൽ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാക്രോ വീഡിയോകൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും പ്രത്യേകതയാണ്. ഒബ്ജക്റ്റുകളെ വളരെ അടുത്ത് കൊണ്ടുവന്നുള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു മാക്രോ മോഡിലെ വീഡിയോയുടെ പ്രത്യേകത. അതും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒബ്ജക്റ്റുകളെ വളരെ ക്ലോസ് ആയിട്ട് മാക്രോ ഫോട്ടോഗ്രാഫി പോലെ തന്നെ മാക്രോ വീഡിയോഗ്രാഫിയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്.
അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് മികച്ച സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ദേ ഇവിടെ നടന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജുകൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. വളരെ മികച്ച ഒരു സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്രയധികം ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ. ഇതിനകത്ത് നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയ്ക്ക് നൽകിയിട്ടില്ല. അതൊരു കുറവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 1080-ൽ 30 frames per second വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഫോർ ദ നെയിം സേക്ക് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളെ ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുന്നതാണ്. ഓർക്ക് ഇതിൻ്റെ യാതൊരുവിധ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. എല്ലാം അടങ്ങിയ വീഡിയോ ഉടൻ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ പിന്തുടരാം.